ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു സ്പെഷ്യൽ പായസ റെസിപ്പിയും കൊണ്ടാണ്. നമ്മളിന്നിവിടെ കൊണ്ടുവന്നിട്ടുള്ള പായസം മഷ്റൂം സീതപ്പഴം മുക്കുറ്റി പായസമാണ്. പുതിയൊരു റെസിപ്പിയാണ്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ സീതപ്പഴം അതിൻ്റെ കുരു കളഞ്ഞെടുത്തതാണ്. പിന്നെ സെക്കൻഡ് വരുന്നത് മഷ്റൂം നമ്മൾ അടയുടെ ഷേപ്പിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മില്ലറ്റിൻ്റെ അവിലാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടാണ്ട് തന്നെ മിൽക്ക് പൗഡർ ഉണ്ട്. പിന്നെ ഉള്ളത് മില്ലറ്റും അണ്ടിപ്പരിപ്പും കൂടെ പൊടിച്ചിട്ടുള്ളതാണ്. പഞ്ചസാര കൂടാണ്ട് മുക്കുറ്റി നീരെടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ, നെയ്യ് എടുത്തിട്ടുണ്ട്. ഇത് മഷ്റൂം അരിച്ചെടുത്തതാണ്. മലപ്പുറം. മലപ്പുറത്തുനിന്ന് വരെ ആൾക്കാർ വന്നിരിക്കണം. അല്ലെ ചോക്കു, തലശ്ശേരി, മലപ്പുറം, നിങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണല്ലേ ഈ പാചകം, കോമ്പറ്റീഷൻ? ഓക്കെ, നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിക്കണം. എവിടെ ഉണ്ടെങ്കിലും എന്ത് റിസ്ക് എടുത്തും പോകും. ടിക്കറ്റ് ഞാൻ ലാസ്റ്റാണ് കൊടുത്തത്. കിട്ടാനും ലേറ്റായി. പക്ഷെ ടിക്കറ്റും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നോക്കിയിട്ട് രക്ഷയുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആരോ വിളിച്ച്, വേറെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് കഷ്ടപ്പെട്ട് എത്രയും സ്ട്രഗിൾ ചെയ്താ വന്നത്. ടെൻഷനായി പോയി. കിട്ടാതിരിക്കുമെന്ന്. സന്തോഷം, എന്തായാലും വന്നല്ലോ. ഓക്കെ, അപ്പൊ എന്ത് പായസമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? മഷ്റൂം സീതപ്പഴം മുക്കുറ്റി പായസം. മഷ്റൂം സീതപ്പഴം മുക്കുറ്റി. അപ്പൊ കുറച്ചൊരു മുക്കുറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് ഹെൽത്തി അല്ലേ? അത് ഒരുപാട് രോഗങ്ങൾ കസ്റ്റർഡ് ആപ്പിൾ വെച്ച് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ആണ്. കസ്റ്റർഡ് ആപ്പിൾ ആ സ്വീറ്റ് ഓൾറെഡി അതിൻ്റെ അകത്തുണ്ടല്ലോ അല്ലേ? പിന്നെന്താ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നത് പായസത്തില്? പിന്നെ നമ്മൾ പഞ്ചസാരയാണോ ശർക്കരയാണോ? പഞ്ചസാരയാണ് കൊടുത്തത്. പഞ്ചസാര മിൽക്ക് മേഡും കൂടെ. ഓക്കെ, പിന്നെ പശുവും പാലായിരിക്കും അതോ? പശുവും പാലും കൊടുത്ത് പിന്നെ നമ്മൾ അതിലേക്ക് ഈത്തപ്പഴവും ആൻറ്റിപ്പരിപ്പും കൂടെ ചെയ്യാനാണ്. മഷ്റൂം എന്താ ചെയ്തിരിക്കുന്നത്? മഷ്റൂം സോട്ട് ചെയ്ത് നെയ്യിൽ നന്നായിട്ട് വറുത്തെടുത്തിട്ട്. മഷ്റൂം പായസം അങ്ങനെ അധികം കാണാറില്ലല്ലോ. എനിവേ, സന്തോഷം. ഈ കോമ്പിനേഷൻ ഇസ് വെരി റയർ. നമുക്ക് അല്ലേ സംതിങ് ഡിഫറെന്റ്. അതൊക്കറിയാം, പക്ഷെ ഞങ്ങൾക്ക് സന്തോഷം പങ്കെടുക്കുക എന്നുള്ളത്. വളരെ സന്തോഷം. അപ്പോൾ അതാണ് സ്പിരിറ്റ് അല്ലേ? വിൻ ചെയ്യുന്നതിനെക്കാട്ടിലും പാർട്ടിസിപ്പേഷൻ. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നടക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പാല് ഒന്ന് കുറുക്കിയെടുക്കാം. 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പാല് കുറുകി വന്നിട്ടുണ്ട്. നമ്മളതിന് ഇറക്കി വെച്ചിട്ട് പായസത്തിൻ്റെ മിക്സ് ആഡാക്കാൻ പോവുകയാണ്. ഫസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ചേർത്തു. അതിനോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യാം, അല്പം ബട്ടറും കൂടെ ഇടക്കി കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒരു സൈഡിലേക്ക് ഇട്ടിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, മുന്തിരിയും കൂടെ വറുത്തെടുക്കുക കേട്ടോ. നമ്മളിപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അതേ പാനിലേക്ക് തന്നെ മഷ്റൂം നമ്മൾ അടയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗളാണ് നമ്മൾ മഷ്റൂം എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് വെള്ളം വാർന്ന് പോകുന്ന ഇത്ര സമയം എന്ത് ചെയ്യണം, നമ്മളത് വറുത്ത് കൊടുക്കണം. ഇത് നമ്മൾ മഷ്റൂം അരച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതൊരു 2 സ്പൂണ് ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പായസം നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പായസറാണി മത്സരം അതിൻ്റെ ഒരു ആഡ് കണ്ടപ്പോൾ തന്നെ അതിലേക്കൊരു റെസിപ്പി അയച്ചു. സെലക്ട് ആയി എന്ന് കണ്ടപ്പം ഇവിടെ വന്നിട്ട് ഇവിടെ ഒരുപാട് പാചക റാണിമാരൊക്കെ ഉള്ളതാണ്. അപ്പം അതിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് പരീക്ഷണം നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം സെലക്ട് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മില്ലറ്റിൻ്റെ അവിലാണ്. ഞാൻ വീട്ടിൽ പരീക്ഷണം നടത്തി നോക്കിയതൊക്കെ മില്ലറ്റിൻ്റെ അരി വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഷോപ്പിൽ പോയപ്പോഴാണ് മില്ലറ്റിൻ്റെ അവിൽ കണ്ടത്. എനിക്ക് തോന്നി അവിലൊന്നും കൂടെ ചെയ്യാൻ എളുപ്പമാണ്, ഒന്നും കൂടെ സോഫ്റ്റുമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിൽ സെലക്ട് ചെയ്തത്. നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് അടക്കാൻ പോകുന്നത് മുക്കുറ്റിയാണ്. മുക്കുറ്റി പിഴിഞ്ഞെടുത്ത് ചാറാണ്. ഉള്ളൊരു ഹെൽത്തിയിലേക്ക് കുറുക്കി വെച്ച പാല് ചേർത്ത് കൊടുക്കുക. മില്ലറ്റും എല്ലാം ഒന്ന് പാലിൽ മിക്സ് ആവണം. അപ്പോൾ നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക. ഷുഗർ ആഡ് ചെയ്യുക. ഇത് മിൽക്ക് പൗഡറാണ്. മിൽക്ക് പൗഡർ നമ്മൾ ചൂട് പാലൊഴിച്ചിട്ട് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യാം, ഇതും കൂടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സീതപ്പഴമാണ്. സീതപ്പഴം
പല നാട്ടിലും പല പേരിലാണ്. ഞങ്ങൾ ഈനാമ്പഴം എന്നാണ് പറയുക. അല്പം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളെന്ത് ചെയ്യണം, കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടുണ്ട്. ഈ മിക്സിൽ ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞിരുന്നു അണ്ടിപ്പരിപ്പ്, മില്ലറ്റ്, രാവിലെ പൊടിച്ചത്, അതിൻ്റെ കൂടെ ഒരു അല്പം ഈത്തപ്പഴം കൂടെ ചേർത്തിട്ടുണ്ട്. ഇവിടെ കയറാം. യെസ്, ഇവിടെ എന്തായി തീർന്നിട്ടുണ്ട്. ആ, ഇതൊക്കെ അതിനകത്ത് ഇടാനായിട്ട് അല്ലേ? ഈത്തപ്പഴം, ചെറിയ ചെറിയ ബോൾസ് ഉണ്ട്. അണ്ടിപ്പരിപ്പ്, പിന്നെ മില്ലറ്റിൻ്റെ അവിലും കൂടെ മിക്സ് ചെയ്തിട്ട് പൊടിച്ചത്. പക്ഷെ എല്ലാം ഒരുപോലെ അല്ല, പക്ഷെ ഡിഫറെൻ്റ് ആണ്. ഇതിൽ കണ്ടിട്ട് കളർ സ്കീമൊക്കെ സിമിലർ ആണ്, പക്ഷെ എനിക്ക് ടേസ്റ്റ് എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. കാര്യം ഇൻഗ്രീഡിയൻസ് മാറുന്നുണ്ടല്ലോ ഭയങ്കരമായിട്ട്. അതെ. ഓക്കെ, ക്യാരി ഓൺ. നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മിക്സ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ആക്കുന്നില്ല. നമ്മൾ സർവിംഗ് ബോളിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി.